എൻ്റെ പ്രിയ ഹബീബിന് അള്ളാഹു ഒരുക്കുന്ന ഒരു റോയൽ ഇൻവിറ്റേഷൻ ആയിരുന്നു ഈ യാത്ര. സ്പേസ് ട്രാവലിനെ കുറിച്ചും മൾട്ടിവേഴ്സിനെ കുറിച്ചും ലോകം ചർച്ച ചെയ്യുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫിസിക്സിൻ്റെ എല്ലാ ലോസും ബ്രേക്ക് ചെയ്തുകൊണ്ട് നടന്ന ഒരു യാത്രയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ്. അവിടുത്തെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയും എളാപ്പ അബൂ താലിബും മരണപ്പെട്ട് ത്വായിഫിലെ ജനതയുടെ പരിഹാസവും കല്ലീറും സഹിച്ച് തിരുനബി വല്ലാതെ ടെൻസ്ഡായ സമയത്ത് തൻ്റെ പ്രിയ ഹബീബിന് അള്ളാഹു ഒരുക്കുന്ന ഒരു റോയൽ ഇൻവിറ്റേഷൻ ആയിരുന്നു ഈ യാത്ര. മക്കയിൽ നിന്ന് അന്ന് ഒട്ടകപ്പുറത്ത് ഏകദേശം 1 മാസത്തോളം വഴിദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന 1500 കിലോമീറ്റേഴ്സ് അകലെയുള്ള ഫിലസ്തീനിലേക്കുള്ള വിസ്മയ യാത്ര. മിന്നലിന് അറബിയിൽ ബർഖ് എന്നർത്ഥം വരുന്ന ബുറാഖിലേറിയ മിന്നും വേഗതയിലുള്ള യാത്ര. മസ്ജിദുൽ അഖ്സയുടെ വാതിലിലെ ഒരു വളയത്തിൽ ബുറാഖിനെ ബന്ധിച്ച് എല്ലാ പ്രവാചകന്മാരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റു. ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയുടെ കൈപിടിച്ച് മുന്നിലേക്ക് നിർത്തി. ഇമാമുൽ അംബിയ. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ ഫലസ്തീനിൽ നിന്ന് യൂണിവേഴ്സിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് തൻ്റെ ഹബീബിനെ അള്ളാഹു ആനയിച്ച മനോഹര യാത്ര. 7 ആകാശവും കിടന്ന് ബൈത്തുൽ മഅ്മൂറും സ്വർഗവും നരകവും മറ്റത്ഭുതങ്ങളെല്ലാം കണ്ട് അവസാനം സിദ്റത്തുൽ മുൻതഹയിലെത്തി. തുടർന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഖാബ ഖൗസൈനിയോളം അടുത്ത്, അഥവാ 2 വില്ലിനോളം മാത്രം അകലത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും സംഗമിക്കുന്ന അവിസ്മരണീയ യാത്ര, ഇസ്റാ വൽ മിഅ്റാജ്. ഈ യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് വിശുദ്ധമായ നിസ്കാരം. നമ്മുടെ നബി നേരിട്ട് വാങ്ങിയ ഈ ഇബാദത്ത് നമ്മുടെ റബ്ബിനോടുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്.